യുടെ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം വരാൻ ഇടയായ കാരണം സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് 78 വർഷം പൂർത്തിയായ ദിവസമായിരുന്നു ഇന്നലെ ആഗസ്റ്റ് 15-ാം തീയതി. 78 വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചതിന് ശേഷം നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന സന്ദർഭത്തിലും നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും ആശങ്കപ്പെടുത്തിയതും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ സംബന്ധിച്ചായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ കശാപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജനാധിപത്യ കശാപ്പിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി വിജയിച്ച നമ്മുടെ അനുഭവം. എങ്ങനെയാണ് ഈ സുരേഷ് ഗോപി വിജയിച്ചത്? സുരേഷ് ഗോപി വിജയിച്ചത് പൂർണ്ണമായിട്ടും കള്ളവോട്ടിന്റെ ബലത്തിലാണ്. എവിടെയൊക്കെ വോട്ട് ചേർത്തു എന്ന് ഞാൻ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ഫ്ളാറ്റിൽ ചേർത്ത വോട്ടിന്റെ എണ്ണം 79 ഒരു ഫ്ളാറ്റിൽ 79. RSSന്റെ കാര്യാലയത്തിൽ ചേർത്ത വോട്ടിന്റെ എണ്ണം 17. ആ കാര്യാലയത്തിൽ ഉള്ള മുറിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റിയ മുറി 2 എന്നാണ് പറയുന്നത്. ഇപ്പൊ 2 മുറിയിൽ 17 ആളുകൾ താമസിക്കുന്നു എന്ന കള്ളരേഖയാണ്. ഇവിടെ അടച്ചുപൂട്ടിയിട്ടുള്ള പല ഫ്ളാറ്റുകളിലും എത്രയോ വർഷമായിട്ട് താമസമില്ലാത്തിടങ്ങളിൽ അവിടെയെല്ലാം താമസിക്കുന്നു എന്ന് കള്ളരേഖയുണ്ടാക്കിയിട്ട് വ്യാപകമായി ലക്ഷത്തോളം വോട്ട് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ്. ഇത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഈ MP രാജ്യദ്രോഹിയാണ്. രാജ്യത്ത് വ്യാജരേഖയുണ്ടാക്കിയിട്ട് വിജയിച്ച ആൾ അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ രാജിവെക്കണം. പിന്നെ അന്തസ്സും അഭിമാനമുള്ള ഒരാൾ സംഖ്യയാവില്ല, RSS ആവില്ല, BJP ആവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആ കാര്യത്തിൽ നമുക്കതുകൊണ്ട് വാശി പിടിക്കാൻ കഴിയില്ല. ഈ ഗോപി പണ്ടൊരു സിനിമയിൽ ജഗതി അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് കുമ്പിടി, അല്ലേ? ഗോപി കാർ എടുത്തപ്പോ ഗോപിയുടെ വീട് എവിടെയാ? പോണ്ടിച്ചേരി. ഗോപിയുടെ സ്വന്തം നാട് എവിടെയാ? കൊല്ലം. ഗോപി മത്സരിച്ചത് എവിടെയാ? ഗോപിയുടെ താമസം ഇപ്പൊ എവിടെയാ? അപ്പൊ എല്ലായിടത്തും ഗോപിയാണ്. ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട് തൃശ്ശൂരിൽ, ഗോപിയുടെ അനുജന്റെ വോട്ട്, സഹോദരന്റെ വോട്ട് തൃശ്ശൂരിൽ, ഗോപിയുടെ കുടുംബക്കാരുടെ മൊത്തം വോട്ട് തൃശ്ശൂരിൽ. ഇങ്ങനെ അവിടെയും ഇവിടെയും അവിടെയുമെല്ലാം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കുമ്പിടി കഥാപാത്രം ഇനി മുതൽ തൃശ്ശൂരിന്റെ MP സുരേഷ് ഗോപിയല്ല, സാക്ഷാൽ കുമ്പിടി ഗോപിയാണ്. കുമ്പിടി ഗോപി എന്നാണ് ഈ MP ഇനി മുതൽ അറിയപ്പെടുക. കുമ്പിടി. എടോ കുമ്പിടി, അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും നാണവും മാനവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അരമനകളിൽ കേക്കുമായി പോയിട്ട് ആ അരമനകളിലെ വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് സമാഹരിച്ചിട്ട് പാവപ്പെട്ട 2 കന്യാസ്ത്രീകളെ അകാരണമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തപ്പോ എന്തെങ്കിലും ഒന്ന് വായ തുറക്കണ്ടോ? മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ കടിച്ച് ചാടിക്കയറുന്ന ഗോപി. കള്ളവോട്ടെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ കമായൊന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഛത്തീസ്ഗഡിലെ പാവപ്പെട്ട കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ അതിനും ഉത്തരമില്ല. ഇവിടെ ദേശീയപാത മണിക്കൂറുകളോളം ബ്ലോക്കായി കിടക്കുകയാ. ഗോപി പല സ്ഥലത്തും പോയി പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ പദ്ധതിയാണ്, കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന്. എടോ, കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ പിന്നെ അത് മര്യാദക്ക് പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഉത്തരവാദിത്തങ്ങൾ കാണിക്കണ്ടേ? ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കാത്തതിന്റെ ഭാഗമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറയാൻ, അതിനകത്തൊരു ഇടപെടൽ നടത്താൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ഈ ഗോപി എന്തുകൊണ്ട് മനസ്സ് കാണിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എല്ലാം തട്ടിപ്പാണ്, സകലതും തട്ടിപ്പാണ്. ലക്ഷക്കണക്കിന് വോട്ട് ചേർത്ത്
തൃശ്ശൂർ പണ്ട് ഇങ്ങ് എടുക്കും എന്ന് പറഞ്ഞപ്പോ എടുക്കും എന്നതിന് നേരെ മുന്നിൽ കട്ട് എന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ തൃശ്ശൂർ വെറും എടുക്കലല്ല, തൃശ്ശൂർ കട്ടെടുത്ത കള്ളനാണ് ഈ ഗോപി. കട്ടെടുത്ത കള്ളൻ. ഇയാൾ എന്തൊക്കെയാ പല ഘട്ടങ്ങളിലും പുലമ്പിയത്. ഇയാൾ സാധാരണ ജനങ്ങളെ എങ്ങനെയാ കാണുന്നത്? ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണോ ഇയാൾ പലപ്പോഴും പെരുമാറുന്നത്? ഇയാൾ ധരിക്കുന്നത് ഇയാൾ ഇപ്പോഴും തിരുവിതാംകൂറിലെയോ കൊച്ചിയിലെയോ മലബാറിലെയോ ഏതോ ഒരു രാജാവിനെ പോലെയാണ്, നാട്ടുരാജാവിനെ പോലെയാണ്. വരവും പോക്കും വർത്തമാനവും എല്ലാം നാണമില്ലാതെ ഇയാൾ പറയുന്നു എന്റെ പ്രജകൾ എന്ന്. എടോ ഗോപി, ജനാധിപത്യം വന്നിട്ട് കാലം കുറയായടോ. രാജഭരണം അവസാനിച്ചിട്ട് കാലം കുറയായി. അവിടെ കേരളത്തിൽ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ സ്വാധീനിച്ചിട്ട്, ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ട്, ആളുകളെ ഇഡിയെ വിട്ട് ഭയപ്പെടുത്തിയിട്ട് ഒരു തവണ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ കള്ളവോട്ടും ഈ തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഗോപി ഈ നാട്ടിൽ മത്സരിച്ചാൽ നിലം തൊടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനേക്കാൾ വലിയ എന്തെല്ലാം കണ്ടിരിക്കുന്നു നമ്മൾ. ഇപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം വെച്ചപ്പോ ഒരുത്തന്റെ വക ഫേസ്ബുക്കിൽ ഒരു ഭീഷണിയാ. എടോ, ഇങ്ങനെയുള്ള ഭീഷണി കണ്ടാൽ ഈ മാർച്ചെല്ലാം നിർത്തിവെച്ചിട്ട് ഞങ്ങളില്ല എന്ന് പറയാൻ ഞങ്ങളൊന്നും RSSന്റെ ശാഖയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചവരല്ല. നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ ചരിത്രം മനസ്സിലാക്കണം. കൂത്തുപറമ്പിന്റെ സമരഭൂമിയിൽ നിരവധി ആളുകൾക്ക് വെടിയേൽക്കുന്നു, കുറെ ആളുകൾ അവിടെ മരിച്ചു വീഴുന്നു. അങ്ങനെ ആളുകൾ അങ്ങോട്ട് പോയാൽ മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും കൂത്തുപറമ്പിന്റെ സമരഭൂമിയിൽ 1994 നവംബർ 25-ാം തീയതി വൈകുന്നേരം ആ നാട്ടിലെ നിരവധി ആളുകൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് മുന്നോട്ട് പോയ ഉജ്ജ്വലമായ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ചോര കരയുന്ന ചരിത്രമാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. മറന്നു പോവരുത്. സഖാവ് റോഷനും ഷിബുലാലും ബാബുവും മധുവും എല്ലാം സഖാവ് പുഷ്പരെ പോലെ ആളുകൾക്ക് വെടിയേറ്റത് സമരമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോഴല്ല. എടോ ഗോപി, ഇവിടത്തെ BJPയുടെ പ്രസിഡന്റ്, എടോ ശ്രീകുമാറെ, നിങ്ങളെല്ലാം ഈ ഓലപ്പാമ്പ് കാട്ടിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ്. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. വെടിവെച്ചപ്പോ പിന്തിരിഞ്ഞു പോയിട്ടില്ല. വെക്കടാ വെടി എന്ന് പറഞ്ഞിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സഖാവ് പുഷ്പനെ പോലെയുള്ള, സഖാവ് റോഷനെ പോലെയുള്ള, രാജീവിനെ പോലെയുള്ള, മധുവിനെ പോലെയുള്ള, ബാബുവിനെ പോലെയുള്ള വിപ്ലവകാരികൾക്ക് വെടിയേറ്റത്. അതുകൊണ്ട് അടിമ ഗോപിയുടെ, ഈ ചെമ്പ് ഗോപിയുടെ, ഈ തട്ടിപ്പ് വീരൻ കള്ളൻ ഗോപിയുടെ ഓഫീസ് അവിടെ വേണ്ട എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വരവ് ഇതുപോലെ ആയിരിക്കില്ല. പക്ഷേ ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ ജനാധിപത്യത്തിന്റെ ഭാഗമായ സമരമാ. ഞങ്ങൾക്ക് ഈ കാര്യം ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രകടനവും ഈ മൈക്കും എല്ലാം എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറയും. നിങ്ങളെപ്പോലെ വടിവാളിന്റെ ബലത്തിൽ അധികാരം പിടിക്കുന്നവരല്ല, നിങ്ങളെപ്പോലെ ഫാസിസ്റ്റുകളല്ല. ഈ നാടിന്റെ ജനാധിപത്യവും ഈ നാടിന്റെ ഭരണഘടനയും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പണ്ട് ഗുജറാത്തിൽ MPയെ കൊന്നിട്ടുണ്ടാവും, നിങ്ങൾ പലരെയും കൊന്നിട്ടുണ്ടാവും. അതുപോലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആകെ കുഴപ്പമുണ്ടാക്കിയിട്ട് നിങ്ങളെ ഇല്ലാതാക്കും എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഞങ്ങളിവിടെ വന്നിട്ട് എന്തെങ്കിലും അക്രമം കാണിച്ചിട്ട് നിങ്ങളെ ഇല്ലാതാക്കുന്നില്ല. പക്ഷെ നിങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തും. അതാ നിങ്ങൾ ഭയക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് പ്രസംഗിച്ചാൽ, ഈ കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ നിങ്ങൾ ചില പേടിപ്പെടുത്തുന്ന എഴുത്തുകളെല്ലാമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതെല്ലാം നാലായി മടക്കിയിട്ട് പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയം വളരെ ഗൗരവതരമാണ്. രാജ്യത്തിന്റെ 78 വർഷത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഈ നാടിന്റെ ജനാധിപത്യം ലോകത്തിന് മാതൃകയായ ജനാധിപത്യമാണ്. ആ ലോകത്തിന് മാതൃകയായിട്ടുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, ഇല്ലാതാക്കാനാണ് ഈ സുരേഷ് ഗോപിയുടെ പാർട്ടി, RSS, BJP ഈ സംഘങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വേണ്ടി നല്ലതുപോലെ അവർ പണം ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് ഈ കളി കേരളത്തിൽ നടപ്പാവില്ല.
കേരളത്തിൽ ഈ കാര്യത്തെ ചെറുത്ത് പരാജയപ്പെടുത്തും എന്ന പ്രഖ്യാപനം മാത്രമാണ് ഈ സന്ദർഭത്തിൽ നടത്താനുള്ളത്. അതുകൊണ്ട് ഈ സമരത്തോടുകൂടി ഇത് അവസാനിപ്പിക്കുകയല്ല, ചേർത്ത എല്ലാ കള്ള വോട്ടർമാരെയും ഈ തൃശൂർ മണ്ഡലത്തിൽ നിന്നും അങ്ങോട്ട് കെട്ടുകെട്ടിക്കുന്നത് വരെ, ആ വോട്ടർ പട്ടിക നീക്കം ചെയ്യുന്നത് വരെ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾക്ക് വിശ്രമമുണ്ടാവില്ല. ആ പോരാട്ടത്തിന്റെ പോർമുഖത്ത് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാട്ടുകാരെ, ഈ വോട്ടുകള്ളന്മാരെ, ജനാധിപത്യത്തിന്റെ കശാപ്പ് നടത്തുന്ന ഈ സംഘങ്ങളെ ഈ നാട് ഒറ്റപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.